മണാലിയിലെ ഫേമസ് മൗണ്ട് അബ്ബാസായ റോത്താം പാസിലേക്കും വേൾഡ്സ് ഹൈയസ്റ്റ് ഹൈവേ ടണൽ എബോ 10,000 ഫീറ്റ് ആയ അടൽ ടണലിലേക്കും നമ്മൾ പോകുന്ന വഴിയിലെ കുറച്ച് നല്ല കാഴ്ചകളിലേക്കുമുള്ള ഒരു സർക്യൂട്ട് റോഡ് ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ മണാലിയിലെ ആദ്യത്തെ 2 ദിവസം ലോക്കൽ സൈറ്റ് സീയിങ് കാഴ്ചകളൊക്കെ കണ്ടു. മണാലിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയാണ് റോത്താം പാസ്. റോത്താം പാസിലേക്ക് ബൈക്ക് അലൗഡ് അല്ല. ചീപ്പസ്റ്റ് ആയ റോത്താം പാസിലേക്ക് പോകാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് HRTCയുടെ ഇലക്ട്രിക് ബസ്. പക്ഷേ ഈ ബസ്സുകൾ ടൂറിസ്റ്റ് സീസണായ മെയ് ജൂൺ മാസങ്ങളിലാണ് ഉണ്ടാവുക. അടുത്ത മാർഗം ഷെയർ മിനി ബസ്സുകളാണ്. മോൾ റോഡിൽ നിന്നും ഷെയർ മിനി ബസ് ബുക്ക് ചെയ്യാനും പറ്റും. നമ്മൾ ഇന്നൊരു സർക്യൂട്ട് ട്രിപ്പാണ് പോകുന്നത്. റോത്താം പാസ് വഴി പോയി അടൽ ടണൽ വഴി തിരിച്ചു വരും. ഈ NH3 വഴി നേരെ പോയാൽ അടൽ ടണൽ വഴി ലഹോൾ വാലിയും പിന്നെ ലേയും എത്താം. മണാലിയിലെ പൽച്ചാൻ എന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ റോത്താം പാസ് പോകാനുള്ള ഡീവിയേഷൻ എടുക്കുന്നത്. റോത്താം പാസ് പോകുന്ന റൂട്ടിലെ ലാസ്റ്റ് വില്ലേജ് ആണ് കോട്ടി. കോട്ടിയിലേക്ക് നോറ ബ്രിഡ്ജ് അഥവാ ബ്രിട്ടീഷ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. കോട്ടിയിൽ നിന്നും ചെറിയൊരു ട്രക്ക് ചെയ്താൽ ബ്രിട്ടീഷ് ബ്രിഡ്ജിന്റെ അടുത്തെത്താം. വീണ്ടും നമ്മൾ റോത്താങ് റൂട്ടിലേക്ക് എത്തി. ഗുലാബ വഴിയാണ് പോകുന്നത്. ഈ ഒരു വഴിയിൽ മാത്രമാണ് ഇങ്ങനെ 2 സൈഡിലും മരങ്ങൾ കാണാൻ പറ്റുന്നത്. ഗുലാബ ചെക്ക് പോസ്റ്റിന് ശേഷം ഓൺലൈൻ എടുക്കുന്ന ഈ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടുള്ളൂ. അതുപോലെ ഈ ചെക്ക് പോസ്റ്റിനപ്പുറം ബൈക്കും അലൗഡല്ല. അങ്ങനെ റഹാല വാട്ടർഫോളൊക്കെ ക്രോസ് ചെയ്ത് യാത്ര തുടർന്നു. നമ്മൾ ഈ കാണുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് ഹിമാലയാസിലെ പിർപ്പാഞ്ചാൽ റേഞ്ചസ്. ഈ പിർപ്പാഞ്ചാൽ മൗണ്ടൻ റേഞ്ചസിലെ 2 മലകൾക്കിടയിലുള്ള താഴ്ന്ന പ്രദേശത്തിലൂടെയുള്ള വഴിയാണ് മൗണ്ട് അബ്ബാസ്. ഈ സെയിം മൗണ്ടന്റെ ഉള്ളിലൂടെയുള്ള തുരങ്കമാണ് അടൽ ടണൽ. റോത്താങ്ങിലെ ഒരു ലെസ് വിസിറ്റഡ് ആയിട്ടുള്ള സാഗോ വാട്ടർഫോളിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യാത്ത സ്ഥലമായതുകൊണ്ട് ധാരാളം വൈൽഡ് ഹോഴ്സുകളെ ഈ വഴിയിൽ കാണാം. പോസ്റ്റ് മൺസൂൺ സീസൺ ആയതുകൊണ്ടാണ് മൊത്തത്തിലുള്ള ഗ്രീൻ കളറും ഈ പൂക്കളും. അങ്ങനെ ഏകദേശം 2.5 കിലോമീറ്റർ നടന്ന റോത്താങ്ങിലെ സാഗോ വാട്ടർഫോളിലെത്തി. അങ്ങനെ വീണ്ടും റോഡെത്തി കുറച്ചു പോയാൽ മാടിയിലെ റെസ്റ്റോറൻറ്റ്സ് കാണാം. അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പേരില്ലാത്ത ഈ വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ വന്ന വഴി ഫുള്ളായി കാണാം. അടൽ ടണൽ തുറക്കുന്നത് വരെ മണാലിയിലെ ഹൈവേയുടെ ഭാഗമായിരുന്നു റോത്താം പാസ്. വിന്റർ അല്ലാത്ത സമയങ്ങളിൽ റോത്താം പാസ് ഓപ്പൺ ആയിട്ടുള്ള സീസണിൽ വരെ റോത്താം പാസിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ തിരക്കും ലേ പോവാനും സ്പിറ്റി വാലി പോവാനുമുള്ള സഞ്ചാരികളുടെയും പ്രദേശവാസികളുടെ തിരക്കും കാരണം ട്രാഫിക് റോഡ് ബ്ലോക്ക് ഇവിടെ പതിവായിരുന്നു. ഇപ്പോൾ ഈ വഴി റോത്താം പാസ് കാണാനുള്ള ടൂറിസ്റ്റുകൾ മാത്രമാണ് വരുന്നത്. ഇവിടെ വന്നാൽ തിരിച്ചു പോകുന്നത് അടൽ ടണൽ വഴിയും. പോകുന്ന വഴിയിൽ മഹാഭാരത രചിച്ച വേദവ്യാസ മഹർഷിയുടെ ക്ഷേത്രം കാണാം. വേദവ്യാസ മഹർഷി 12 വർഷം ഇവിടെ തപസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ബ്രഹ്മഗിരി വീഡിയോയിൽ നമ്മൾ ഗോദാവരി നദിയിൽ ഉത്ഭവം കണ്ട പോലെ തന്നെ ബിയാസ് നദി ഇവിടെയാണ് ഉത്ഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ആതിരാ സബലീകരണത്തിന് വേണ്ടിയാണ് വിശ്വാസികൾ ഈ കല്ലുകൾ ഇറക്കി വെച്ചിരിക്കുന്നത്. റോത്താങ് ടോപ്പിലെ സ്തൂപയുടെ അടുത്തെത്തി. റോത്താം പാസ് 13,000 അടി ഉയരത്തിലാണ്. റോത്താം പാസ് കുളു വാലിയെ ലഹോൾ വാലിയെ കണക്ട് ചെയ്യുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ലഹോൾ വാലിയിലെ മൗണ്ടൻ റേഞ്ചസ് കാണാൻ തുടങ്ങും. നമ്മൾ വന്ന വഴി ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്താൽ ലഹോൾ വാലിയിലെ കോക്സർ എത്താം. റൈറ്റ് പോയാൽ സ്പിറ്റി വാലിയും. ഈ കാണുന്നതാണ് അടൽ ടണലിന്റെ നോർത്ത് പോർട്ടൽ. ലഹോൾ വാലിയിലെ സിസു വാട്ടർഫോളിലേക്കാണ് നമ്മൾ പോകുന്നത്. റിട്ടേൺ നമ്മൾ ഈ ടണൽ വഴി മണാലി പോകും. മണാലി പോസ്റ്റ് മൺസൂണിൽ ഗ്രീനായും വിന്ററിൽ വൈറ്റ് ആയും കാണാൻ പറ്റും. എന്നാൽ ലഹോൾ വാലിക്ക് 3 കളറുണ്ട്. ഓട്ടം സീസൺ ആവുന്നതിന്റെ ഒപ്പം ഈ മരങ്ങളെല്ലാം പൂർണ്ണമായും മഞ്ഞ നിറമാവും.
ചെനാബ് റിവറിന് കുറുകെയുള്ള ഈ ബ്രിഡ്ജ് കടന്നു വേണം സിസു വാട്ടർഫോൾ എത്താൻ. പരാലച്ച പാസിൽ ഉത്ഭവിക്കുന്ന രണ്ട് റിവറുകളായ ചന്ദ്ര റിവറും ബാഗ റിവറും സംഗമിച്ചാണ് ചെനാബ് റിവർ ഉണ്ടാവുന്നത്. അങ്ങനെ ടിബറ്റൻ ഫ്ലാഗുകൾക്കിടയിലൂടെ സിസു വാട്ടർഫോളിനെ കാണാൻ തുടങ്ങി. നമ്മളിപ്പോൾ റോത്താം പാസിലൂടെ 20 കിലോമീറ്റർ സഞ്ചരിച്ചാണ് സിസു എത്തിയത്. എന്നാൽ അടൽ ടണൽ വഴി ലഹോൾ വാലിയിലെ ഈ സിസു എത്താൻ 40 കിലോമീറ്റർ മാത്രമുണ്ട്. സിസു വാട്ടർഫോളിൽ കുറച്ചു സമയം ചെലവഴിച്ചതിന് ശേഷം തിരികെ മണാലിയിലേക്ക് അടൽ ടണൽ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ലേ മണാലി ഹൈവേയിലെ ബിർപാഞ്ചാൽ മൗണ്ടനിലൂടെയാണ് ഈ 9 കിലോമീറ്റർ നീളമുള്ള ടണൽ പണിതിരിക്കുന്നത്. 2000-ൽ അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ടണൽ അറിയപ്പെടുന്നത്. 2010-ൽ സോണിയാഗാന്ധിയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത്. വിന്ററിലെ സ്നോഫോൾ ആയിരുന്നു ഈ വർക്കിന്റെ ഏറ്റവും വലിയ ചലഞ്ച്. വെതറിന്റെ പല ചലഞ്ചുകൾ ഫേസ് ചെയ്ത് പണിത ഈ ടണൽ 2020 ഒക്ടോബറിലാണ് നരേന്ദ്രമോദി പബ്ലിക്കിനായി ഓപ്പൺ ചെയ്തു കൊടുക്കുന്നത്. ലഡാക്കിലേക്കുള്ള മിലിറ്ററി മൂവ്മെന്റ് അടൽ ടണൽ കാരണം എളുപ്പമായി. അതിലുപരിയായി 10,000-ന് മീതെ വരുന്ന ലഹോൾ വാലിയിലെ ജനങ്ങൾക്ക് ഹെൽത്ത് കെയറിനും ബാക്കി എസൻഷ്യൽ കാര്യങ്ങൾക്കുമുള്ള ഒരു വഴി തുറക്കൽ കൂടിയാണ് ഈ ടണൽ. ലഹോൾ വാലിയിൽ നിന്നും തിരികെ കുളു വാലി എത്തുമ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങിയിരുന്നു. ഒരു മലയുടെ രണ്ട് ഭാഗത്തുള്ള വാലീസ് ആണ് കുളു വാലിയും ലഹോൾ വാലിയും. അതുകൊണ്ട് ടണൽ ക്രോസ് ചെയ്താൽ ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്നായിരിക്കും. അങ്ങനെ ഈ യാത്രയിൽ നമ്മൾ രണ്ട് വാലീസിന്റെ കുറച്ച് നല്ല ഭാഗങ്ങൾ കണ്ടു. ആ വാലികളെ കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസും ടണലും കണ്ടു. അതുപോലെ ആ വാലീസിലെ രണ്ട് നല്ല വാട്ടർഫോൾസും.